ഞാൻ കോട്ടയം ജില്ലയിലെ കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമേ തന്നെ ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം ഇതിനു മുമ്പ് എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നടന്നിട്ട് ഏറ്റവും അവസാനം നന്ദി പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നത്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇപ്പം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിന് ഈശോയ്ക്കും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 2021 ഓഗസ്റ്റ് 10 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആ വർഷം തന്നെയായിരുന്നു കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്നിട്ടൊന്നും എനിക്ക് കൃപാസനത്തിൽ വരുവാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിച്ചില്ല. ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനൊരു അക്രൈസ്തവയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ഒരു ജപമാല എന്താണെന്ന് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ മാതാവിനോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ എനിക്ക് തോന്നിയാണ്, മാതാവിനോടൊരു അട്രാക്ഷൻ തോന്നി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഒരു മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ മാതാവ് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി, നീ മൊബൈൽ ഫോൺ വാങ്ങിക്കണമെന്ന്. ആ സമയത്ത് തന്നെ ഞാൻ ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ പിന്നെയും മാതാവ് എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, നിനക്കൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാൻ മേലെ എന്ന് മാതാവ് എന്നെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഡിവൈൻ പോലുള്ള ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ ഒന്നും ഒരു കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി ഒരു കുഞ്ഞിനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന് പാൻക്രിയാസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ആ ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് ആ ചേച്ചി മാതാവിനോട് പറയിപ്പിച്ചു, ഇനി അമ്മയെ ഞാൻ സാക്ഷ്യം പറയാനേ ഇവിടെ വരത്തുള്ളൂ കേട്ടോ എന്ന് ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ ആ ചേച്ചി മാതാവിനോട് പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കുഞ്ഞിന് അമ്മ മാതാവ് രോഗസൗഖ്യം കൊടുത്ത ഒരു സാക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ എങ്കിലും ഞാൻ വീണ്ടും ഞാൻ എപ്പോഴൊക്കെ ഫോൺ എടുത്ത് യൂട്യൂബ് നോക്കിയാലും ആ സമയത്തെല്ലാം ഞാൻ കൃപാസനത്തിൻ്റെ സാക്ഷ്യം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി അമ്മ മാതാവിനെ കൃപാസനത്തോട് വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നമുക്ക് അമ്മയെ കൃപാസനത്തിൽ പോകാം എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൽ അമ്മ മാതാവ് എനിക്കൊരുപാട് അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലാദ്യം എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ പുറത്ത് എനിക്കൊരു മുഴയുണ്ടായിരുന്നു. ആദ്യം എനിക്ക് പനിയായിട്ടായിരുന്നു വന്നത്. പനിക്ക് ഞാൻ മരുന്ന് മേടിച്ച് കഴിച്ചു. ആ പനി കുറഞ്ഞു. പക്ഷേ എൻ്റെ പുറത്ത് ആ മുഴയുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ പുറത്ത് മുഴയുണ്ടെന്ന്. ഞാനൊരു തവണ ഒന്ന് കുനിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, എൻ്റെ പുറത്ത് വലിയൊരു ഭാരം തോന്നി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പുറത്ത് മുഴയുണ്ടെന്ന്. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്തെല്ലാം വന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല, മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നാൽ മതി എന്ന് ഞാൻ അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കൊണ്ടുവന്ന നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലും ഉപ്പ് ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ പുറത്ത് തേക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ സെപ്റ്റംബർ 8 ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡേറ്റ് വെച്ചപ്പം എനിക്ക് ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഡേറ്റ് വെക്കുന്നത് തന്നെ സെപ്റ്റംബർ 4 അപ്പോഴും എൻ്റെ മനസ്സിൽ എല്ലാവരെയും പോലെ ഞാനും ചിന്തിച്ചു, ദൈവമേ സെപ്റ്റംബർ 4 ഞാൻ ഡേറ്റ് വെച്ചത്, ഇനി പോട്ടിന് 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 4 ദിവസം കൊണ്ട് അമ്മ മാതാവ് എന്നെ സുഖപ്പെടുത്തുമോ എന്ന് എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ അവിശ്വാസിയായിരുന്നെങ്കിലും ദൈവം അവിടെ വിശ്വസ്തനായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കസേരയിൽ ഇരിക്കാനൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു, പഴയ ഒരു ധ്യാനം 2017. അങ്ങനെ അതിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് കഴുത്തിന് ഇടത് സൈഡിൽ മുഴയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ കഴിഞ്ഞുപോയ ധ്യാനമാണെങ്കിലും നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ ആ നിമിഷം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ വൈകിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ പറഞ്ഞ പോലെ സെപ്റ്റംബർ 8 അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പുറത്ത് നോക്കിയപ്പോൾ അത് എൻ്റെ പുറത്ത് നെല്ലിക്കയുടെ വലുപ്പത്തിലായിരുന്നു. ജോസഫ് അച്ഛൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് മുഴയുള്ളതെന്ന്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ തപ്പി നോക്കിയപ്പം ആ മുഴ പോലെ ആ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇരുന്ന ആ ഒരു മുഴ ചുരുങ്ങി നമ്മുടെ പുറത്തെ
സാധാരണയൊക്കെ വരുന്ന ഒരു കാര പോലെ അത്രയും വലിപ്പമുള്ളായിരുന്നു. അത് ഞാൻ തൊട്ടപ്പോൾ അത് പൊട്ടിപ്പോയി. പിന്നെ ഇന്ന് വരെയും എൻ്റെ പുറത്ത് വന്നിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിന് കൃപാസന മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ പേരപ്പൻ, അതായത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ, എൻ്റെ പേരപ്പന് സോറിയാസിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 4 മാസം കൂടുതലായിട്ട് പേരപ്പൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആശുപത്രിയിൽ പേരപ്പനെ കൊണ്ടുപോയിട്ടും പേരപ്പന് ഒരു കുറവും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത സമയമായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും തൈലവും ഉണ്ടായിരുന്നു. ഞാനത് പേരപ്പന് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ആ സമയം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് ഇതൊന്നും കൊടുക്കുന്നത് ഞാനല്ല, ഇതെല്ലാം നീയാണ് തന്നെ കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഇന്ന് വരെ ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയിട്ടില്ല. എല്ലാ ധ്യാനവും ഞാൻ കൂടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് അസുഖമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ അവരെ ഓർത്ത് നിങ്ങളുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ പേരപ്പനെ ഓർത്ത് ഞാൻ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകിട്ട് കിടന്നുറങ്ങിയ ഒരു സമയത്ത്, അതായത് ഒരു ഞായറാഴ്ച, ഞാൻ സ്വപ്നം കണ്ടു. അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഒരു വെള്ള ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരാളെന്നെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു. പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു ഫോൺ കോളായിരുന്നു. ആ ഫോൺ കോളിൽ എൻ്റെ പേരപ്പൻ്റെ ഭാര്യ, അതായത് എൻ്റെ പേരമ്മയായിരുന്നു എന്നോട് സംസാരിച്ചത്. എന്നോട് പറഞ്ഞു, മോളെ പേരപ്പൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പിറ്റേ ഞായറാഴ്ച എൻ്റെ പേരമ്മ എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, പേരപ്പൻ്റെ അസുഖം എല്ലാം മാറിയെന്ന്. അതായിരുന്നു കൃപാസന മാതാവ് രണ്ടാമതെന്ന് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചിയുടെ യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. 1-ൽ കൂടുതൽ മുഴ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, മുഴയുണ്ട്, നീ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അവളുടെ ഫോട്ടോയിൽ കാണുന്ന അടിവയറ്റിൽ ഞാൻ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ റിസൾട്ട് വന്നു. അവർക്ക് വേറെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അമ്മ മാതാവ് അവൾക്കൊരു കുഴപ്പവുമില്ലാതെ അവളെ സുഖപ്പെടുത്തി. അതിൽ കൃപാസന മാതാവിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. പിന്നെ 4ാമത് കിട്ടിയ എൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് 90 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനാണ്. അപ്പച്ചന് യൂറിൻ പോകത്തില്ലായിരുന്നു. കുറച്ച് നാളുകളായിട്ട് അപ്പച്ചൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പച്ചന് ട്യൂബ് ഇട്ടാൽ മാത്രമേ യൂറിൻ പോകത്തുള്ളായിരുന്നു. അപ്പം അപ്പച്ചന് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ 2ാമത് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അപ്പച്ചന് വേണ്ടിയിട്ട് എൻ്റെ നിയോഗത്തിൽ ഞാൻ അപ്പച്ചൻ്റെ കാര്യം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പച്ചന് വേണ്ടിയിട്ട് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കൃപാസന മാതാവ് അപ്പച്ചന് സൗഖ്യം കൊടുത്തു. അപ്പച്ചനിപ്പം ഒരു കുഴപ്പവുമില്ല. 1 വർഷമായി അപ്പച്ചന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഞാനിവിടെ എഴുതി കൊടുക്കാത്തൊരു കാര്യമാണ്, എൻ്റെ ചേച്ചിക്ക് മൂത്ത ഒരു ആൺകുഞ്ഞാണ് ഉള്ളത്. 2ാമത് അവൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മ മാതാവ് അതറിഞ്ഞ് അവൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും അമ്മ മാതാവ് എന്നെ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം. അശ്വതി മധു എന്ന മകൾ അക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചതെന്നും മാതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജപമാല ചൊല്ലുവാനോ എനിക്ക് അറിയില്ലായിരുന്നു എന്നും ഈ മകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്നതാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുകയും നാം ഇപ്പോൾ ആയിരിക്കുകയും ചെയ്യുക. ഈ മകൾ ഉടമ്പടി എടുക്കുകയും അങ്ങനെ മാതാവിനോട് ഇഷ്ടം തോന്നി ഉടമ്പടി എടുത്തു എന്നാണ് പറയുക. അപ്പോൾ ഈ മകളെ പരിശുദ്ധ അമ്മ ഒരുക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞാക്കുവാൻ. അങ്ങനെ ഈ മകൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൽ
തൻ്റേതായ രീതിയിൽ ഇവിടുന്ന് പറയുന്ന എല്ലാ നിബന്ധനകളും തൻ്റെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അശ്വതി നിറവേറ്റുകയായിരുന്നു. അങ്ങനെ അശ്വതിയുടെ കൂടെ നടന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങളിലും അശ്വതിയെ നയിച്ചു. അശ്വതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അശ്വതി നിയോഗമായിട്ട് പറഞ്ഞതെല്ലാം പരിശുദ്ധ അമ്മ അശ്വതിക്ക് വേണ്ടി നേടിക്കൊടുക്കുകയാണ്. ഇവിടെ ഈ മകൾ പറഞ്ഞു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഓൺലൈൻ വഴി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, ഈ ഒരു മുഴ, കഴുത്തിന് താഴെയായിട്ട് മുഴയുള്ള ഒരു മകളെ, ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഈ മകൾക്ക് ആ മുഴ ശരീരത്തിൽ കാണപ്പെട്ടില്ല എന്നാണ് പറയുക. ഇവിടെ ഏത് രീതിയിലും ഏത് അവസരത്തിലും എത്ര ദൂരത്തായാലും നമ്മുടെ സമീപത്തേക്ക് വരുന്ന ഒരു അമ്മയെയും തിരുക്കുമാരനെയുമാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം മൂലം ഈ മകൾക്ക് സൗഖ്യം കിട്ടുന്നു. അതുപോലെ പേരപ്പൻ്റെ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം, അത് എങ്ങനെയായിരുന്നു അശ്വതി പേരപ്പൻ്റെ ദേഹമൊക്കെ? പേരപ്പൻ്റെ ദേഹമൊക്കെ ഇരുന്നറവുള്ള ആളായിരുന്നു. പക്ഷേ സോറിയാസിസ് വന്നു കഴിഞ്ഞപ്പം നന്നായിട്ട് കറുത്തുപോയി, മെലിഞ്ഞുപോയി. അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. 60 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആളെ കണ്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും പറയാത്തൊരു രീതിയിലായിരുന്നു. ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന ഉടമ്പടി തൈലം, ഉപ്പ്, ഇതെല്ലാം ഞാൻ പേരപ്പന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറിലിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ, ഇതൊന്നും കൊടുക്കുന്നത് ഞാനല്ല, ഇതെല്ലാം അമ്മയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് പേരപ്പനെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ ആ നിമിഷം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാക്ഷ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് പേരപ്പനെ അമ്മ സുഖപ്പെടുത്തി കൊടുത്തു. ഈശോയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ട് തന്നെ സുഖപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ മകളുടെ വിശ്വാസമാണ്, പല സാക്ഷ്യങ്ങളും കേട്ടപ്പോഴുണ്ടായ ബോധ്യങ്ങൾ. അതിലൂടെ ഈ മകളും തൻ്റെ പേരപ്പന് ഉടമ്പടി തൈലം കൊടുത്ത്, അങ്ങനെ പേരപ്പന് അത് പൂശിക്കൊടുത്ത് പേരപ്പൻ സുഖപ്പെടുന്നതാണ് നാം ഇവിടെ കണ്ടത്. അതായത് 4 മാസത്തിലേറെയായിട്ടുണ്ടായ അസ്വസ്ഥതകളായിരുന്നു. സോറിയാസിസ് എന്ന് പറയുമ്പോൾ അത് ശരീരം മുഴുവൻ വ്രണം പോലെ വരികയാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരാനോ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ മുന്നിട്ടിറങ്ങുവാനോ ഒക്കെ വ്യക്തികളെ ഒത്തിരിയേറെ അസ്വസ്ഥരാക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണത്. അത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അസുഖത്തിൽ നിന്നാണ് അശ്വതിയുടെ പേരപ്പന് സൗഖ്യം കിട്ടുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എത്രമാത്രം ഈ മകളോട് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കി തരിക എന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ഇത്രയേറെ കൃപകൾ കൊടുത്ത് ഇന്ന് പരിശുദ്ധ അമ്മയെ ഒത്തിരിയേറെ സ്നേഹിച്ച് ജപമാല പ്രാർത്ഥിക്കുവാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ജപമാല പ്രാർത്ഥനയിലൂടെയൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന അശ്വതിക്കും അതുപോലെ അശ്വതിയുടെ കുടുംബത്തോടും ചേർന്ന്